children, welcome to Kids Area Online. Class 2 Integration Day 2 exam ആയിരുന്നു. Exam easy ആയിരുന്നു അല്ലേ? Question paper നോക്കാവോ? Ready ആണോ? Okay. Kids Area Online കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് തേർഡ് ടേം ട്യൂഷൻ ഡിസംബർ 29 തിങ്കൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. STD 1 മുതൽ 5 വരെയാണ് ട്യൂഷൻ നൽകുന്നത്. മൺഡേ മുതൽ ഫ്രൈഡേ വരെ എല്ലാ ദിവസവും വൈകിട്ട് 1 അവർ ലൈവ് ക്ലാസ് ഉണ്ടാകും. സൂമിലാണ് ലൈവ് ക്ലാസ് വരുന്നത്. താല്പര്യമുള്ളവർക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഇംഗ്ലീഷ് മലയാളം എഴുതാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അവർക്കായിട്ട് ഇംഗ്ലീഷ് മലയാളം റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്സസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുവാണ്. അടുത്ത ബാച്ച് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിലാണ്, വെക്കേഷനിലാണ് ഇനി അടുത്ത ബാച്ച് ഉണ്ടാവുക. മാർച്ചിൽ അഡ്മിഷൻ എടുക്കാം. നിങ്ങളുടെ ഓർമ്മയിൽ അത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799 ഈ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ആദ്യത്തെ ചോദ്യം ഇന്റഗ്രേഷൻ ഡേ 2 ആണ്. അപ്പോൾ ഇന്നലെ 5 ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് 6 മുതലാണ്, അറിയാലോ അല്ലേ? അപ്പോൾ ഇന്ന് 6th ക്വസ്റ്റ്യൻ ആശംസാ കാർഡാണ്. ആശംസാ കാർഡ് ഉണ്ടാക്കാൻ അറിയാലോ നിങ്ങൾക്ക്? റയാന്റെ പിറന്നാളിന് കൂട്ടുകാർ ആശംസാ കാർഡുകൾ നൽകി. നിങ്ങൾ ഉത്സവത്തിന് ക്ഷണിച്ചുകൊണ്ട് ഉത്സവത്തിന് ആശംസ നേർന്നില്ലേ? ഉത്സവത്തിന് കൂട്ടുകാരന് ആശംസ നേർന്നില്ലേ? അതുപോലെ തന്നെയാണ് റയാന്റെ പിറന്നാളിന് കൂട്ടുകാർ ആശംസാ കാർഡുകൾ നൽകി. നിങ്ങളുടെ സുഹൃത്തിന്റെ പിറന്നാളിന് നൽകാനായി ഒരു ആശംസാ കാർഡ് തയ്യാറാക്കുക. ആശംസാ കാർഡ് തയ്യാറാക്കാൻ നിങ്ങൾക്ക് അറിയാലോ. എങ്ങനെ ആശംസാ കാർഡ് തയ്യാറാക്കുക? എന്താ ചെയ്യേണ്ട? ആദ്യം പ്രിയപ്പെട്ട റയാൻ അല്ലേ? ഇവിടെ ആരാണ്? റയാൻ. അപ്പോൾ പ്രിയപ്പെട്ട റയാൻ, പ്രിയപ്പെട്ട റയാൻ എന്നിട്ടൊരു കോമ ഇടണം. ജന്മദിനാശംസകളല്ലേ, അല്ലെങ്കിൽ പിറന്നാൾ ആശംസകൾ. നിനക്ക് എൻ്റെ പിറന്നാൾ ആശംസകൾ. എൻ്റെ പിറന്നാൾ, നിങ്ങൾ ഓരോ കൂട്ടുകാരും ഓരോ രീതിയിലായിരിക്കും കേട്ടോ എഴുതിയിട്ടുണ്ടാവുക. പിറന്നാൾ ആശംസകൾ. ഇനി ചിത്രമൊക്കെ വരയ്ക്കുക അല്ലേ? ബലൂണൊക്കെ വരച്ച്, നല്ല കളർഫുൾ ബലൂണൊക്കെ വരച്ച്, പൂക്കളൊക്കെ വരച്ച് മനോഹരമാക്കാം അല്ലേ? ഇനി ഇവിടെ എന്ത് ചെയ്യാം? സ്നേഹത്തോടെ നിങ്ങളുടെ പേരെഴുതുക. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ആശംസാ കാർഡ് തയ്യാറാക്കാനുള്ളത്. നിങ്ങൾ എല്ലാവരും ആശംസാ കാർഡ് തയ്യാറാക്കിയിട്ടുണ്ടാവും. പിറന്നാളിന് ആശംസ അറിയിച്ചുകൊണ്ടാണല്ലോ അല്ലേ നിങ്ങൾ എഴുതിയേ? യെസ്, എല്ലാവർക്കും ഇത് അറിയാം. എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. പ്രവർത്തനം 7 കെട്ടിട നിർമ്മാണം. നിർമ്മാണം നടക്കുന്ന സ്കൂൾ കെട്ടിടത്തിന്റെ അടുത്തേക്ക് റയാനും കൂട്ടുകാരും എത്തി. കെട്ടിട നിർമ്മാണത്തിന്റെ ഘട്ടങ്ങൾ തിരിച്ചറിഞ്ഞ് ചിത്രങ്ങൾക്ക് താഴെ എഴുതുക. ഇവിടെ എന്താ ചെയ്യുന്നേ? ഇവിടെ എന്ത് ചെയ്യുന്നു? പൂശുകയാണല്ലേ? ചുമര് പൂശുകയാണ്. ചുമര് പൂശുന്നു. നിങ്ങൾക്കറിയാലോ അത്. ചുമര് പൂശണ്ടേ? ചുമര് പൂശണം. ഇവിടെ എന്താ ചെയ്യുന്നത്? ചുമര് കെട്ടണം. ഈ ചിത്രം എന്താണ്? ചുമര് കെട്ടണം. അവിടെ പൂശണം, ഇവിടെ കെട്ടണം. ചുവര് എന്ന് എഴുതിയാൽ ചുമര് എന്ന് എഴുതിയാൽ ശരിയാണ് കേട്ടോ. ഇനി അടുത്ത പിക്ചർ ചിത്രം എന്താണ്? തറ നിറയ്ക്കണം. തറ നിറയ്ക്കണ്ടേ? തറ നിറയ്ക്കണം. ഇവിടെ എന്താ ചെയ്യുന്നേ? പെയിന്റ് അടിക്കണം. പെയിന്റ് അടിക്കണം. ഇതെന്താ ചെയ്യുന്നേ? കട്ടിള വയ്ക്കണം. കട്ടിള വയ്ക്കണം. ഒരു വീട് നിർമ്മാണത്തിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള ചില ചിത്രങ്ങളാണ് നൽകിയിട്ടുള്ളത്. ആ ചിത്രം എന്താണ് എന്നുള്ളത് എഴുതുക എന്നതായിരുന്നു രണ്ടാമത്തെ ആക്ടിവിറ്റി. അടുത്ത എന്താണ്? പ്രവർത്തനം 8 ഉദ്ഘാടനം. റയാന്റെ സ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെ പണി പൂർത്തിയായി. ഉദ്ഘാടനത്തിന് എല്ലാവരെയും ക്ഷണിക്കുവാനുള്ള ഒരു കത്ത് തയ്യാറാക്കുക. ഇന്നലെ ടീച്ചർ പറഞ്ഞായിരുന്നു കത്ത് എങ്ങനെ എഴുതണമെന്ന് പറഞ്ഞായിരുന്നു. മുകളിൽ ക്ഷണക്കത്തെന്ന് എഴുതണമെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ ക്ഷണക്കത്തെന്ന് അവർ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മളൊന്നും ചെയ്യണ്ട. ഇവിടെ എന്താ എഴുതേണ്ടേ? സ്ഥലം എന്താ ഇവിടെ നൽകിയിട്ടുണ്ട്? ഗവൺമെന്റ് LPS മണിമല. അത് എഴുതുക. എന്നിട്ട് എന്ത് പറഞ്ഞു? തീയതി താഴെ എഴുതണമെന്ന് പറഞ്ഞു. തീയതിയും ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ തീയതിയാണ് എന്ത് ചെയ്യേണ്ടത്? ഇവിടെ എഴുതേണ്ടത്. ഇന്നത്തെ തീയതി. ഇന്ന് നിങ്ങൾ എക്സാം എഴുതിയില്ലേ? ഇന്നത്തെ തീയതി. ഇനി ഇവിടെ നിന്ന് എന്ത് ചെയ്യണം? പ്രിയപ്പെട്ടവരെ അല്ലെങ്കിൽ പ്രിയപ്പെട്ട കൂട്ടുകാരെ
നമ്മുടെ സ്കൂൾ കെട്ടിടം ഇന്ന സ്കൂൾ ഗവൺമെന്റ് LPS മണിമല സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ പണി പൂർത്തിയായി 2025 ഡിസംബർ 22-ന് കെട്ടിടത്തിന്റെ പ്രവേശനമാണ്. എല്ലാവരും രാവിലെ 10 മണിക്ക് എത്തിച്ചേരണമെന്ന് അപേക്ഷിക്കുന്നു. 10 മണിക്കാണ് പ്രവേശനം. എല്ലാവരും എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവരെയും ക്ഷണിക്കുന്നു എന്ന് പ്രഥമാധ്യാപിക ഗവൺമെന്റ് LPS മണിമല. ഇവിടെ കുട്ടികൾക്കാണ് എഴുതുന്നതെങ്കിൽ എന്ത് ചെയ്യണം? പ്രിയപ്പെട്ട കുട്ടികളെ. ഇപ്പൊ വീട്ടിലുള്ള എല്ലാവരെയും ആയിരിക്കുമല്ലോ, അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ. കാരണം നമ്മൾ ഈ കാർഡ് കൊണ്ട് എവിടെ കൊടുക്കും? വീട്ടിൽ കൊടുക്കും. അപ്പൊ വീട്ടിലുള്ള എല്ലാവരെയും ക്ഷണിക്കുന്നതിന് തുല്യ. അപ്പോൾ എങ്ങനെ എഴുതുക? പ്രിയപ്പെട്ടവരെ. ഓക്കെ, എന്നിട്ട് ക്ഷണിച്ചുകൊണ്ട് ക്ഷണിക്കുന്നു. ബാക്കി ഇവിടെ എഴുതിയിട്ടുണ്ട് എന്ന് പ്രഥമാധ്യാപിക ഗവൺമെന്റ് LPS മണിമല. അപ്പൊ എല്ലാവരും എഴുതിയല്ലോ. ഉദ്ഘാടനം എല്ലാവരും കറക്റ്റ് ആയിട്ട് എഴുതിയില്ലേ? ഇന്നലെ ടീച്ചർ പറഞ്ഞു തന്നായിരുന്നു. തരം തിരിക്കാം. ഇതേ ക്വസ്റ്റ്യൻ ടീച്ചർ ഇന്നലെ പഠിപ്പിച്ചു. എന്തൊക്കെയാണ് നമ്മൾ എഴുതേണ്ടത്? അരി എന്ന് പറയുന്നത് എന്താണ്? ധാന്യങ്ങൾ. പോഷകം നിറഞ്ഞ ആഹാരം കഴിക്കണം എന്നൊക്കെ പഠിപ്പിച്ചില്ലേ? അതിൽ ധാന്യങ്ങൾ ഉൾപ്പെടുത്തണം, ഇലക്കറികൾ ഉൾപ്പെടുത്തണം, പച്ചക്കറികൾ ഉൾപ്പെടുത്തണം, പഴങ്ങൾ ഉൾപ്പെടുത്തണം, പയറുവർഗ്ഗങ്ങൾ ഉൾപ്പെടുത്തണം, മുട്ട, മീൻ, പാൽ ഇതൊക്കെ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞില്ലേ? മാംസം. അത് തന്നെയാ ധാന്യങ്ങൾ. അരി, ഗോതമ്പ്, പിന്നെ വേറെ എന്തുണ്ട്? റാഗി എഴുതാം. നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുമല്ലോ. ഓരോ കുട്ടികളും ഓരോ രീതിയിലായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. ഇലക്കറികൾ മത്തനില. വേറെ എന്ത് പഠിപ്പിച്ചു? മുരിങ്ങയില. വേറെ ഇല എന്ത് പഠിപ്പിച്ചു? ചീരയില. ചീരയില. ഓക്കെ. പയറുവർഗ്ഗങ്ങൾ എന്തൊക്കെയെന്നല്ലേ പഠിപ്പിച്ചേ? വൻപയർ, ചെറുപയർ, ഉഴുന്ന്. ദോശ ഉണ്ടാക്കാനായിട്ട് ഉഴുന്ന് വേണമെന്ന് പഠിപ്പിച്ച് ഓർമ്മയിരിക്കുന്നുണ്ടോ? ഉഴുന്ന്. ഇനി പച്ചക്കറികൾ. പച്ചക്കറികൾ വെണ്ടയ്ക്ക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതാം കേട്ടോ. ടീച്ചർ ഇവിടെ എഴുതുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. തക്കാളി, ക്യാരറ്റ്. ഓക്കെ. അപ്പൊ ഇതായിരുന്നു 9ാമത്തെ പ്രവർത്തനം. ഇനി 10ാമത്തെ പ്രവർത്തനം. ഇതും ടീച്ചർ പറഞ്ഞു തന്നു. അരിയുണ്ട ഉണ്ടാക്കാൻ പറഞ്ഞു തന്നു, പഴംപൊരി ഉണ്ടാക്കാൻ പറഞ്ഞു തന്നു, ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാൻ പറഞ്ഞു തന്നു. നിങ്ങൾ എഴുതിയായിരുന്നോ? റയാന് പായസം നന്നായി ഇഷ്ടപ്പെട്ടു. അത് ഉണ്ടാക്കുന്ന വിധം അന്വേഷിച്ച് കുറിപ്പെഴുതി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഭവത്തിന്റെ പാചക കുറിപ്പ് എഴുതുക. വിഭവത്തിന്റെ പേരെന്തായിരുന്നു? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേര്. എന്നിട്ട് ഇവിടെ എന്ത് എഴുതാനേ ടീച്ചർ പറഞ്ഞേ? ചേരുവകൾ. അതിന്റെ താഴെ എന്തെഴുതാൻ പറഞ്ഞു? തയ്യാറാക്കുന്ന വിധം. ഇന്നലെ ടീച്ചർ ക്ലാസ്സിൽ പറഞ്ഞു തന്നായിരുന്നു. തയ്യാറാക്കുന്ന വിധം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഭവത്തിന്റെ പേര് എഴുതുക, ചേരുവകൾ എഴുതുക, തയ്യാറാക്കുന്ന വിധം എഴുതുക. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഫുൾ മാർക്സ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. അപ്പൊ ഇത് ടീച്ചർ ഇന്നലെ എങ്ങനെ എഴുതണമെന്ന് എക്സാമ്പിൾ സഹിതം 2 ദിവസത്തെ ക്ലാസ്സിൽ പറഞ്ഞു തന്നായിരുന്നു. ഇതായിരുന്നു 2ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പർ. എല്ലാവരും നല്ലതുപോലെ എക്സാം എഴുതിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. അപ്പോൾ നമുക്ക് വീണ്ടും വൈകുന്നേരത്തെ ക്ലാസ്സിൽ കാണാം. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ. താങ്ക് യു.